ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ VSS നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറി. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇന്നലെയാണ് VSSൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. SIT 19-ാം തീയതി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ, ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ അതോ പുതിയ പാളികളാണോ, പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ജയിൽ ഡോക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ VSS നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. ഇന്നലെയായിരുന്നു VSSൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം ഇത്തരത്തിൽ സീൽ വെച്ച കവറിലൊക്കെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. 19-ാം തീയതി SIT ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഒക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ അതോ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ പുതിയ പാളികളാണോ എന്നൊക്കെ ഈ ഒരു ഇതിൻ്റെയൊക്കെ അളവ്, സ്വർണത്തിൻ്റെയൊക്കെ അളവ് നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ ഇന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. ജയിൽ ഡോക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്.